സാറേ, ഗുഡ് മോർണിംഗ്. ഓക്കെ. എൻ്റെ പേര് രാജു വേളത്ത്. ഞാൻ എന്നെ അപൂർവമായിട്ട് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ ഈ കമ്പനിയുടെ CTC സ്റ്റാർപ്പിൾ എന്ന് പറയുന്ന റാങ്കും ഒരു റാങ്ക് RTC NTC പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് റാങ്കിലാണ് ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. ഇന്ന് ഈ ബിസിനസ്സിൽ എൻ്റെ ടോട്ടൽ എക്സ്പീരിയൻസ്, ഞാൻ 8 വർഷമായിട്ട് ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നു. റഷീദ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഇതിനു മുന്നേ പ്രവർത്തിച്ചിരുന്നത് ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ബ്രാഞ്ച് മാനേജറായിട്ടായിരുന്നു പ്രവർത്തിച്ചത്. ഏകദേശം 40,000 രൂപ ജോലി ഉണ്ടായിരുന്ന ആ മേഖല പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബിസിനസ്സിന്റെ സാധ്യത മനസ്സിലാക്കി 2017 ഏപ്രിൽ 5-ാം തീയതി ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തത്. ഇന്ന് എൻ്റെ ടോട്ടൽ ടേൺ ഓവർ, എൻ്റെ ബിസിനസ്സിൽ നടന്ന ടോട്ടൽ ടേൺ ഓവർ അത് രൂപയുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 24 കോടിക്ക് മുകളിൽ ബിസിനസ് ഈ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഹയസ്റ്റ് വീക്കിലി ഇൻകം MI ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് ആഴ്ചയിൽ വരുമാനം കിട്ടും. അതിൽ 450 രൂപ മുതൽ കമ്പനി നമ്മളോട് നേടാൻ സാധിക്കുമെന്ന് പറയുന്നത് 450 രൂപ കിട്ടും, 1000 കിട്ടും, 10,000 വരുമാനം വാങ്ങാം, 25,000 വാങ്ങാം, അങ്ങനെ 50,000 വാങ്ങാം. അങ്ങനെ ഈ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഒരു ഹയസ്റ്റ് വരുമാനം വന്നിട്ടുണ്ടായിരിക്കാം. എൻ്റെ ഹയസ്റ്റ് വരുമാനം ഈ ബിസിനസ്സിലൂടെ ഇത് ലഭിച്ചിട്ടുള്ളത് 2,10,000 രൂപ ഒരാഴ്ചയിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഹയസ്റ്റ് വരുമാനമാണ്, കമ്പനിയോട് ഒന്ന് തന്നെ കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് വരുമാനമാണ്. ഇന്ന് ടോട്ടൽ ഇൻകം MI ലിസ്റ്റിലൂടെ ഇതുവരെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ എമൗണ്ട്, എൻ്റെ 2 ഡിസ്ട്രിബ്യൂഷനും കൂടി എല്ലാ ടോട്ടൽ ഇൻകം, എൻ്റെ ആഴ്ച വരുമാനവും മാസ വരുമാനം എല്ലാം കൂടെ ഓൾ ടുഗദർ ഇന്ന് വരെയുള്ള കഴിഞ്ഞ ആഴ്ച വരെയുള്ള ഇൻകം നോക്കുകയാണെങ്കിൽ ഏകദേശം 1,20,00,000 മുകളിൽ ഓൾറെഡി ഈ ബിസിനസ്സിലൂടെ ഇൻകം ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഓൾറെഡി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 2 കാറുകൾ, എൻ്റെ ഫോട്ടോ കാണുന്നത് പോലെ 2 കാറുകൾ ഞാൻ ബിസിനസ്സിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒന്ന് ടാറ്റ ഹാരിയർ ഏകദേശം 23 ലക്ഷം വരുന്ന കാറും, ഒരു ടിയാഗോ കാർ, 2 കാറും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കിളിലാണ്, അല്ല ഒരു സ്കൂട്ടറിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് 2 കാറുകൾ മെയിൻറ്റെയിൻ കൊണ്ട് ബിസിനസ് ചെയ്യുന്നത്. വിദേശ യാത്രകൾ 3 പ്രാവശ്യം തായ്ലാൻഡ് എന്ന് പറയുന്ന വിദേശയാത്ര പോകാനായിട്ട് ഈ ബിസിനസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമില്, ഈ ഒരു ഫോട്ടോയില് ഒരു സാധാരണക്കാരനായി കടന്നു വന്ന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ 28ാമത്തെ വയസ്സിലാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഞാനിപ്പോ 36ആണ്. ഐ എം നൗ 36. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റും, ക്ലിയർ. ഇതിലൊരു ഇൻകത്തിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു ജോലി ചെയ്യുന്ന ഞാനൊരു ജോലിക്കാരനായിട്ട് ജോലി ചെയ്യുമായിരുന്നെങ്കിൽ ഒരു 40,000 രൂപയാണ് എനിക്ക് സാലറി അവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ എത്ര വരുമാനമാണ് കിട്ടാൻ സാധ്യത, അത് ഓൾറെഡി ഈ ബിസിനസ്സിലൂടെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് നേടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കണക്കാക്കണം. അത് ജീവിതത്തിൽ വലിയൊരു സക്സസ് ആണല്ലോ. അപ്പൊ ഈ ബിസിനസ്സിലെ ഇത് എൻ്റെ ഒരു കഴിവല്ല, ഇത് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. ഇതൊരാൾക്കല്ല സാധിക്കുന്നത്, ഇത് ഈ അവസരത്തിന്റെ പ്രാധാന്യമാണ്. ഭാഗ്യം കൊണ്ടല്ല ആളുകൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണെങ്കിൽ 1, 2, 3 ആളുകളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുക, വളരെ റയർ ആവുന്ന ആളുകളാണ് വിജയിക്കുക. പക്ഷേ ഈ MI ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. MI ലൈഫ് സ്റ്റൈൽ 12 വർഷത്തിന്റെ ഒരു ചരിത്രം പഠിച്ചു നോക്കി കഴിഞ്ഞാൽ MI ലൈഫ് സ്റ്റൈലിലെ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ 1,00,000 മുകളിൽ വരുമാനം വാങ്ങുന്ന ആളുകളെ മാത്രം നിങ്ങളൊന്ന് പഠിക്കുകയാണെങ്കിൽ, അതിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ത്തിന് മുകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാസത്തിൽ 1,00,000 മുകളിൽ വരുമാനം വാങ്ങുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. അപ്പൊ അങ്ങനെ 10,000-കണക്കിന് ആളുകൾ ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ ഭാഗ്യമല്ല, ഈ അവസരത്തിന്റെ പ്രാധാന്യമാണ്. ഇത് അവസരത്തിന്റെ പ്രാധാന്യമാണ്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 250-അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിലേക്ക് വരുന്ന വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾക്ക് സാധ്യമായ കാര്യം എനിക്ക് സാധ്യമാകാൻ കഴിയില്ല എന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. നമ്മൾ ഏതൊരു മീറ്റിങ്ങുകളാണെങ്കിലും ഉത്തരങ്ങളെക്കാളും പ്രസക്തി എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തലാണ് നമ്മളെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത്രയധികം ആളുകൾക്ക് സാധ്യമായ കാര്യങ്ങൾ 100% ഓരോ വ്യക്തികൾക്കും ഈ ബിസിനസ് സാധ്യമാണ്. ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയി ചെയ്യുകയാണെങ്കിൽ 100% ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ കഴിയുന്നതാണ്.
നമ്മൾ പല പുസ്തകങ്ങളും പല ചരിത്ര പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിലുള്ള വിജയിച്ചൊട്ടനവധി ആളുകൾ, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകൾ മുതൽ മഹാത്മാഗാന്ധിജി മുതൽ നെഹ്റുജി മുതൽ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാരായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറും അതുപോലെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത APJ അബ്ദുൽ കലാം സാറും അങ്ങനെ നിരവധി പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുണമാണെങ്കിൽ പോലും, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണമായെങ്കിൽ പോലും നമ്മളെ പ്രവർത്തനത്തിലേക്ക്, നമ്മളുടെ മേഖലയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഇനി പഠിക്കേണ്ട ചരിത്രം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനി പഠിക്കേണ്ട ചരിത്രം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ചരിത്രമല്ല. MI ലിസ്റ്റിൽ വിജയിച്ച ആളുകളുടെ ചരിത്രമാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. MI ലിസ്റ്റിൽ വിജയിച്ച ആളുകളുടെ ചരിത്രമാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. അവർ കഴിഞ്ഞ 8 വർഷം കൊണ്ട് എന്ത് ചെയ്തു, അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തന്നെ നമുക്കും സാധ്യമെന്നുള്ളതാണ്. ഒരു മനുഷ്യനും സാധ്യമാണെങ്കിൽ മറ്റൊരു മനുഷ്യനും സാധ്യമാണ്. ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി എന്താണോ അത് നമ്മൾ ചെയ്യാനാണെങ്കിൽ നമുക്കും സാധ്യമാണ്. ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, കടന്നു പോകണം എന്നുള്ളതാണ്. നമ്മളും അത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ 100% വിജയിക്കാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് MI മൈൻഡ് സെറ്റ് ആണ്. ചിന്തകളിലാണ് നമുക്ക് ആദ്യമായിട്ട് മാറ്റം വരുത്തേണ്ടത്. വാട്ട് യു തിങ്ക് ദാറ്റ് യു വിൽ ബിക്കം എന്നാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതായി തീരുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത്, പ്രവർത്തനത്തെക്കാൾ ഇമ്പോർട്ടന്റ് ചിന്തകൾക്കാണ് ഇമ്പോർട്ടന്റ്. ചിന്തയിൽ നിന്നാണ് ഇതിൽ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചിന്തിക്കണം എന്നുള്ളത്, എന്ത് ചിന്തിക്കണ്ട എന്നുള്ളത്. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ചിന്താഗതി വേണം. അത് ഞാൻ പറയുന്നത് MI മൈൻഡ് സെറ്റ് എന്നാണ്. MI മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ആവശ്യം. MI മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ആവശ്യം. അങ്ങനെ ആ മൈൻഡ് സെറ്റിൽ വേണ്ട കുറച്ച് ചിന്താഗതിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അതായത് നമുക്കൊരു വേസ്റ്റ് ബക്കറ്റിലെ ദുർഗന്ധമാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് അതാണ് നമുക്ക് കിട്ടുക. ഒരു മുല്ലപ്പൂ ഉള്ള ഒരു ബക്കറ്റിൽ നിന്ന് മുല്ലപ്പൂവാണ് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇവിടെ MI മൈൻഡ് സെറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ബിസിനസ് ആണ്. ഇതൊരു തീർത്തും ബിസിനസ് ആണ്. ഈ ഒരു ചിന്ത, ഇതൊരു ജോലിയല്ല, ഇതൊരു ബിസിനസ് ആണ്. ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. ബിസിനസ് ആയിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സിനെ കാണുന്നെങ്കിൽ, ആ ചിന്താഗതിയിലാണ് കാണുന്നെങ്കിൽ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ഒരു കംപ്ലൈന്റ്സും ആർക്കും പറയാണ്ടാവില്ല. എന്റെ സ്വന്തം ബിസിനസ്സിൽ ഞാൻ ആരോടാണ് കംപ്ലൈന്റ് പറയാം? ഞാനൊരു ഷോപ്പ് തുടങ്ങി, 25 ലക്ഷം രൂപ ഷോപ്പ് തുടങ്ങി, എന്റെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ്, അവിടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന അപ്പ് ആൻഡ് ഡൗൺസ് വാട്ട് എവർ, ആരോടാണ് ഞാൻ കംപ്ലൈന്റ് പറയുന്നത്? എനിക്ക് ആരോട് കംപ്ലൈന്റ് പറയാൻ കഴിയില്ല. കാരണം എന്റെ സ്വന്തം ബിസിനസ്സാണ്. ഇതും ഒരു ബിസിനസ്സാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല എന്നേ ഉള്ളൂ. നമുക്ക് പ്രോഫിറ്റ് അല്ലേ വരുന്നത്, കച്ചവടമല്ല ഇവിടെ നടക്കുന്നത്. MI മൈൻഡ് സെറ്റ്. ഇവിടെ നമ്മളൊരു ബിസിനസ് എത്ര കാലം, എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഏതൊരു ട്രഡീഷണൽ ബിസിനസ്സും എടുത്ത് നോക്കൂ, എത്ര കാലമാണ് ആ ബിസിനസ് ചെയ്യേണ്ടത്? എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക? നമുക്ക് ഒരു 25-30 ലക്ഷം മുതൽ മുടക്കി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് സ്ഥാപനത്തിന് എപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഒരു സമയം എടുക്കില്ലേ? നമ്മൾ ഇവിടുത്തെ സമയപരിധി നമ്മൾ കാണുന്ന ഒരു സമയപരിധി എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സിറ്റി പോലെ കാണാൻ തയ്യാറാണെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 3 മുതൽ 5 വർഷക്കാലം ചെയ്യേണ്ട ഒരു മേഖലയാണ് MI ലിസ്റ്റ്. 3 to 5 years. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇവിടെ നമ്മളെല്ലാം പഠിച്ചിട്ടല്ല ഈ ബിസിനസ് ചെയ്യുന്നത്, എല്ലാം കഴിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ജോലി കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടുന്നത്, അല്ലെ? അപ്പൊ ആ സമയം അവിടെ നമുക്ക് എന്തുണ്ട്, പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതും ഒരു പഠനത്തിലൂടെ പോകുന്ന ഒരു ബിസിനസ്സാണ്, എഡ്യൂക്കേഷൻ ബേസ്ഡ് ബിസിനസ്സാണ്. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അതിനാണ് ടൈം ബീയിങ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു MBBS കോഴ്സ്, അല്ലെ? ഒരു MBBS കോഴ്സ്, ഒരു ഡോക്ടർ ആവുന്ന ഒരു കോഴ്സ് ഇല്ലേ? ആ കോഴ്സ് ഡോക്ടർ ആവണമെങ്കിൽ എത്ര വർഷം വേണം? 5 വർഷം വേണ്ടേ? 5 year വേണ്ടേ? 5 year വേണം, അല്ലെ? അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയെ കുറിച്ച്, ശരീരത്തിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു കുട്ടി 5 വർഷം MBBS കോഴ്സ് കഴിയുമ്പോൾ ശരീരത്തിനെ കുറിച്ച് എല്ലാം അറിയുന്ന, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഡോക്ടറായിട്ട് മാറുന്നുണ്ട്. ഐ എം റൈറ്റ്? അപ്പോൾ അവിടെ ആ കോഴ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണോ ഡോക്ടർ ആവുന്നത്? അതല്ല, ആ MBBS കോഴ്സ് കറക്റ്റായി പഠിക്കുന്ന, ശരിയായ തരത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഡോക്ടർ ആവുന്നില്ലേ? ശരിയായ രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ എന്റെ ചോദ്യം, ആ കുട്ടിക്കാണോ ഇമ്പോർട്ടന്റ്, ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനാണോ ഇമ്പോർട്ടന്റ്? ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനല്ലേ ഇമ്പോർട്ടന്റ്? കുട്ടിക്ക് ഇമ്പോർട്ടന്റ് ഇല്ലല്ലോ.
ആരാണോ ആ MBBS സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം കറക്റ്റായിട്ട് 5 വർഷം പഠിക്കുന്നത്, അവർ മുഴുവൻ ഡോക്ടറായിട്ട് മാറുന്നുണ്ട്. ഐ ആം റൈറ്റ്. ഇപ്പൊ നമ്മൾ നോക്കൂ, വാഹനത്തിൽ കയറി മാത്രം പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞൊരു വ്യക്തി വാഹനത്തെ കുറിച്ചൊന്നും അറിയുന്നില്ല. അവരെ ഡിഗ്രി കഴിഞ്ഞ് അവർ മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞു കഴിഞ്ഞാൽ, 5 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞാൽ ആ വാഹനത്തെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് മാറുന്നില്ലേ? അത് ആ കുട്ടിയാണ് ഇമ്പോർട്ടന്റ്, ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലല്ലേ ഇമ്പോർട്ടന്റ്. ഐ എം റൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 മുതൽ 5 വർഷക്കാലം ഇതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എന്റർപ്രണറായി, ഒരു ബിസിനസ്സുകാരനായി, ഒരു വ്യാപാരിയായി, ഒരു ബിസിനസ്സുകാരനായി മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 3 മുതൽ 5 വർഷം കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നുള്ളതാണ്. അത് ആര് ഈ സിസ്റ്റത്തിലൂടെ കടന്നാലും ആ വരുമാനം കിട്ടുന്നതാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു സ്റ്റെപ്പ് തുടങ്ങാനായിട്ട്. അങ്ങനെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റിലൂടെ നമ്മൾ തുടങ്ങണം. ഒരു പ്രിപ്പറേഷൻ നമ്മൾ ആ ഒരു 3 വർഷത്തിന് വേണ്ടി, ഒരു 3 മുതൽ 5 വർഷത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾക്ക് വേണം. നമ്മളിലേക്ക് വേണം. പ്രിപ്പറേഷൻ ഇസ് ദ കീ ടു സക്സസ്. ആരാണോ തയ്യാറെടുക്കുന്നത് അവരുടെ ജീവിതത്തിലാണ് സക്സസ് വരുന്നത്. അതിനാണ് ഈ മൈൻഡ് സെറ്റ് ഞാൻ പറയുന്നത്. ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം. ക്ലിയർ? ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ ഒന്നും അറിയാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ സക്സസ് വന്നു ചേർന്നു. അങ്ങനെ സക്സസ് ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേരില്ല. നമ്മൾ അറിയാതെ, നമ്മൾ ആലോചിക്കാതെ ജീവിതത്തിൽ ഞാൻ വിജയിച്ചു, സക്സസ് വന്നു, അങ്ങനെ ഒരു നിമിഷം നമ്മൾ ആലോചിക്കാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ് കടന്നു വരില്ല. ആരാണോ സക്സസിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ 100% സക്സസ് വന്നു ചേരും. ദ പ്രിപ്പറേഷൻ ഇസ് ദ കീ ടു സക്സസ്. ഇപ്പൊ ഇവിടെ നമ്മളൊരു 3 മുതൽ 5 വർഷക്കാലത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം. ഞാനൊക്കെ അങ്ങനെ തുടങ്ങിയ ആളുകളാണ്. ഒരു 5 വർഷക്കാലം ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള ശക്തമായ തീരുമാനമെടുത്ത ആളുകൾ. കാരണം നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചാലല്ലോ നമുക്ക് അങ്ങനെ ഒരു അച്ചീവ്മെന്റ് നേടാൻ പറ്റുമെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട പല പ്രിപ്പറേഷനും ഉണ്ട്. ചെറിയൊരു മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ്ങിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട 2 പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഒന്ന്, നമ്മൾ ചെയ്യുന്നത് നോ യുവർ ഡ്യൂട്ടി. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം. ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആണ്. ആ വരുമാനം കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വിൽപ്പനക്കാരാണ്, നമ്മൾ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ 2 തരം മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒന്ന്, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ഐ ആം റൈറ്റ്. ഇതൊരു വൈറ്റ് കോളർ ജോബ് അല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വിൽപ്പനയാണ്. ഇവിടെ എന്താണ് ബിസിനസ്? ഞാനാണ് ബിസിനസ്. എന്റെ മൗത്താണ് ഷട്ടർ. ഈ മൗത്താണ് ഷട്ടർ. ഒരു ബിസിനസ്സുകാരൻ ഷോപ്പ് തുടങ്ങി, ഷട്ടർ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ, ഒരു ഷോപ്പ് തുടങ്ങി 10-20 ലക്ഷം രൂപ മുതൽ മുടക്കി ഷോപ്പ് തുടങ്ങി, ഷോപ്പ് ഓപ്പൺ ആവുന്നില്ല. ഷോപ്പ് ഓപ്പൺ ആയില്ലെങ്കിൽ ബിസിനസ് വരില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനാണ് ബിസിനസ്, എന്റെ ബ്യൂട്ടിയാണ് ബിസിനസ്, എന്റെ മൗത്താണെന്ത്, ഷട്ടർ. ഇത് ഓപ്പൺ ചെയ്യണം, മൗത്ത് ഓപ്പൺ ചെയ്യണം. ഇതാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ്. നമ്മൾ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ഒരു 10 മുതൽ 40% വരെ നമുക്ക് ലാഭം കിട്ടും. റൈറ്റ്. എത്ര ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ നമുക്ക് വിൽക്കാം. 110 ഉൽപ്പന്നങ്ങൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മുടെ കഴിവിനനുസരിച്ച് എത്ര ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ വിൽക്കാം. റൈറ്റ്. രണ്ടാമത് എന്താണ്, നമ്മളൊരു ഗ്രൂപ്പിനെ ബിൽഡ് ചെയ്യുന്നു, ആ ഗ്രൂപ്പിലൂടെ വിൽപ്പിക്കുന്നു എന്നുള്ളതാണ്. വിൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഇതിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. വിൽപ്പിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ റിറ്റെയിൽ പ്രോഫിറ്റ് വരും. ഞാൻ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ടാണ് വിൽപ്പിക്കുന്നതെങ്കിൽ ആ വിൽപ്പനയിലൂടെ കിട്ടുന്ന ലാഭം ആഴ്ചയിൽ 450 മുതൽ 2,10,000 വരുമാനം കിട്ടും. ഒരു വരുമാനം നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോ നമ്മൾ ഗ്രൂപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഇതിന്റെ മെയിൻ സബ്ജക്ട്, എൻ്റെ ഒരു പോയിന്റ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്, ടീം ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊരു ഗ്രൂപ്പ് ആവശ്യമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത്, ഒരു ടീം ബിൽഡാകാൻ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാനേജ്മെന്റിന്റെ ഒരു ബിസിനസ് ആണത്. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് പ്രിപ്പയർ ആവുന്ന സമയത്ത് ഒരു തയ്യാറെടുപ്പ് നടത്തണമെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 10 ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാഞ്ച് വണ്ണിലും, ഞാൻ പറഞ്ഞ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാഞ്ച് വണ്ണിലും 10 ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാഞ്ച് 2വിലും നിങ്ങൾക്ക് വരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങാൻ അർഹതയുള്ള ആളുകളാണ്.
അർഹതയുള്ള ആളുകളാണ്. ഇപ്പൊ ഒരു SSLC പാസ്സായാലാണല്ലോ അത് നമുക്ക് ജോലിക്ക് ഒരു അർഹത കിട്ടുക. ഐ എം റൈറ്റ്. അതിന് SSLC എന്താവണം? നമ്മൾ പാസ്സാവണം. അല്ലെങ്കിൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് എന്താവണം? SSLC പാസ്സാവണം. എന്നുള്ളതുപോലെ ഈ ബിസിനസ്സിൽ 1 ലക്ഷത്തിന് മുകളിൽ ഒരു 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 സക്സസ്ഫുള്ളിന്റെ ഒരു ഫിഗർ ആണ്, അല്ലെ? വിജയിച്ച ആളുകളുടെ സക്സസിന്റെ ഫിഗർ ആയിട്ടാണ് ഞാൻ 1 ലക്ഷം രൂപ കാണുന്നത്. ഇങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഒരു മാസം വരുമാനം, ഈ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഒരു മാൻ പവർ എത്രയാണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഒരു 10 ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാഞ്ച് 1ലും 10 ആക്റ്റീവായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാഞ്ച് 2ലും വരുന്ന സമയത്ത് യു ആർ എലിജിബിൾ ഫോർ ഗെറ്റിംഗ് 1 lakh ഇൻകം. നിങ്ങൾ അർഹനാണ് 1 ലക്ഷം വരുമാനം, അർഹനാണ്. പിന്നെ നമ്മൾ അതിൽ പ്രവർത്തിച്ച് എന്ത് ചെയ്യണം? ആ വരുമാനം നമ്മളിലേക്ക് വന്നു ചേർന്ന് അർഹത കിട്ടി. ഇത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തും. ആക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ, സ്ഥിരമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾ, വളരെ സീരിയസ് ആയി ബിസിനസ്സിനെ കാണുന്ന ആളുകൾ, നമ്മളല്ല അങ്ങനത്തെ ഒരു ആക്റ്റീവായ കണക്കിൽ വരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിസിനസ് നമ്മൾ പ്ലാൻ പറയുന്ന സമയത്ത് എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അതെന്തുകൊണ്ടാണ് എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തത്? അത് എന്റെയോ കമ്പനിയുടെ പ്രശ്നമല്ല, അതൊരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. അത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. പത്രമാധ്യമങ്ങളായിക്കോട്ടെ, അവർക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നെഗറ്റീവാണ്. എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജ് എന്താണ്? നെഗറ്റീവാണ്. പോസിറ്റീവ് നെഗറ്റീവാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, നെഗറ്റീവാണ്. ഐ എം റൈറ്റ്. ഇപ്പോൾ കോവിഡ് സമയത്ത് കോവിഡ് വന്നു വിചാരിക്കും. ഈ കോവിഡ് വന്നതിന് ശേഷം ഫസ്റ്റ് പേജിൽ പത്രങ്ങളുടെ പേജ് എന്താണ്? 1500 പേര് മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ 10,000 കണക്കിന് ആളുകൾ കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്. അത് വേറെ, അത് സെക്കൻഡ് പേജിലാണ് വരിക, ലാസ്റ്റ് പേജിലാണ് വരിക. എന്ന് പറഞ്ഞാൽ പത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നെഗറ്റീവാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സീരിയലുകളിലൂടെയാണ് ആളുകൾ കൂടുതൽ, സീരിയൽ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് നെഗറ്റീവാണ്. കുടുംബത്തിൽ വഴക്കില്ലെങ്കിൽ അമ്മായിമ്മയും മരുമോളും തമ്മിൽ ഒരു വഴക്കില്ലെങ്കിൽ, ഹസ്ബൻഡും ഭാര്യയും തമ്മിൽ വഴക്കില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു വഴക്കില്ലാത്ത ശുഭകരമായിട്ടുള്ള ഒരു സീരിയൽ ആണെങ്കിൽ കാണാൻ ആരും ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം ആളുകൾ കാണാൻ തയ്യാറുള്ളൂ. എന്ന് പറഞ്ഞ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വിൽക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതിലൊരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഇത് വളരെ ഇത് പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. ഈ ബിസിനസ്സിന് ഒരു കരിയർ ആയിട്ട് ഏറ്റെടുക്കുന്ന ആളുകളോട് ഞാൻ സംസാരിക്കുന്നത്, ഒരു 3 മുതൽ 5 വർഷക്കാലം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളോട്, ഒരു കരിയർ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ആളോട് പറയുന്നത്, ഒരു പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമുക്കൊരു വിശ്വാസം വേണം. ഇതൊരു മാനേജ്മെന്റിൽ ഒരു വിശ്വാസം, ബിസിനസ്സിലൊരു വിശ്വാസമാണ്. എന്താണ്? 80-20 പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. 80-20 പ്രിൻസിപ്പിൾ. 80-20 പ്രിൻസിപ്പിളിന്റെ കണക്ക് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു 10 പേരോട് ഈ ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് 2 പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, 8 പേര് നോ പറഞ്ഞേട്ടോ. ഇതൊരു വിശ്വാസമാണ്. പക്ഷേ ആ 2 പേര് പ്രവർത്തിച്ചാൽ നമുക്ക് 80% റിസൾട്ട് കിട്ടും. ഇതാണ് അതിന്റെ കണക്ക് പറയുന്നത്. അപ്പൊ റിസൾട്ട് ഈക്വൽ ആണ്. 80-20. നമുക്ക് ഈ ബിസിനസ്സിൽ 2 പേര് പ്രവർത്തിച്ചാൽ നമ്മൾ ഈ ബിസിനസ് വിജയിക്കില്ലേ? 10 പേര് മീൻസ് ഡിസ്ട്രിബ്യൂട്ടർ വന്നാലും മതിയല്ലോ. ഐ എം റെഡി. അപ്പോൾ 10ൽ 2, 80-20 പ്രിൻസിപ്പിൾ ആണ് നമ്മളുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മളെപ്പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ ഒരു വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം? കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൈൻഡ് സെറ്റിൽ വെക്കണം. ഒരാൾ നോ പറഞ്ഞാലും 2 വ്യക്തി നോ പറഞ്ഞാലും നമ്മളെ ചോദ്യം എന്ന് പറഞ്ഞാൽ 10 വ്യക്തികളോട് വ്യക്തമായി ബിസിനസ് പ്ലാൻ പറഞ്ഞോ എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് ന്യൂ സ്റ്റാർട്ടപ്പ് ID ക്രിയേറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന വ്യക്തികളോട് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളോട് കണ്ടോ എന്നുള്ളതല്ല, 10 വ്യക്തികളോട് ബിസിനസ് പ്ലാൻ പറഞ്ഞു എന്നുള്ളത്. 10 വ്യക്തികളോട് ശരിയായ രീതിയിൽ ബിസിനസ് പ്ലാൻ പറയുന്ന വ്യക്തികൾക്ക് 2 പേര് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയായിരിക്കും. 10ൽ 2. ക്ലിയർ? അപ്പൊ 8 പേരെ നോ വരുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യാനുള്ള, അതിന് നമ്മൾ മെന്റലി പ്രിപ്പയർ ആവണം എന്നുള്ളതാണ്. 10 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നാൽ എല്ലാവരും പ്രവർത്തിക്കണമെന്നില്ല. 10ൽ എല്ലാവരും പ്രവർത്തിക്കണമെന്നില്ല. 10 ഡിസ്ട്രിബ്യൂട്ടറായി 2 പേര് ആക്റ്റീവ് ആവും. ഇതൊരു മാത്തമാറ്റിക്സ് ആണ്. ഇവിടെ വ്യക്തികൾക്ക് യാതൊരു പ്രസക്തിയില്ലാത്ത ബിസിനസ്സാണ്. ഇതൊരു ബിസിനസ് ആണെങ്കിൽ വ്യക്തികൾക്ക് ഒരു പ്രസക്തിയില്ല. ഇത് കണക്കിനാണ് ഇവിടെ പ്രസക്തി. മാത്തമാറ്റിക്സ് ആണ് പ്രസക്തി. ഇപ്പൊ ഒരു ഷോപ്പ് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നു വിചാരിക്കുക. ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തുടങ്ങാൻ ആ ഓണറുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ
അവന്റെ ഷോപ്പിൽ, ആ വ്യക്തിയുടെ ഷോപ്പിൽ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും മാത്രം വാങ്ങിച്ചാൽ ആ ടെക്സ്റ്റൈൽ ഷോപ്പ് പ്രോഫിറ്റ് ആവില്ലല്ലോ. അവിടെ അവർ പ്രോഫിറ്റ് ആവുന്നത് എങ്ങനെയാണ്? അവർ കണക്കൂട്ടലാണ്. എന്റെ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഷോപ്പ്, ഇത്ര ആളുകൾ അവിടെ വരും, ആ ആളുകൾ കയറുന്നതിലൂടെ എനിക്ക് എന്ത് ചെയ്യും? ആ ഷോപ്പിൽ എന്ത് ചെയ്യും? കച്ചവടം വരും അല്ലെ? ആ ഷോപ്പിൽ കച്ചവടം വരും. അങ്ങനെ എനിക്ക് ഒരു ദിവസം 10ഓളം കസ്റ്റമർ കയറും എന്നുള്ള കണക്കൂട്ടലിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഷോപ്പ് റൺ ചെയ്യുന്നത്. ഒരു ഹോട്ടൽ ഓണർ എന്താണ് ചെയ്യുന്നത്? എത്ര ദോശ വേണം, എത്ര ഇഡ്ഡലി വേണം എന്നുള്ളത് കണക്കൂട്ടലിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാണ്ട് എന്റെ ബന്ധുക്കളും എന്റെ സുഹൃത്തുക്കളും എന്റെ അയൽവാസികളും മാത്രം ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഹോട്ടൽ പ്രോഫിറ്റ് ആവുമോ? ഇല്ലല്ലോ. അവിടെയും ഒരു കണക്കൂട്ടലാണ്. കണക്കാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ കണക്കൂട്ടലാണ്. 10 വ്യക്തികളോട് ബിസിനസ് നിങ്ങൾ വ്യക്തമായി പറഞ്ഞാൽ 2 പേര് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം, മുഴുവൻ പേരും ഡിസ്ട്രിബ്യൂട്ടർ ആവാം, ഏറ്റവും മികച്ചത്. പക്ഷെ നമ്മളുടെ പ്രിപ്പറേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നേരിടാൻ കുറച്ചും കൂടി ഈസിയാണെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ആവാനുള്ള ഒരു സാഹചര്യവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു 3 മുതൽ 5 വർഷക്കാലം നമ്മളുടെ വഴിയെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആ തടസ്സത്തെ മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 80-20 പ്രിൻസിപ്പിൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. മെന്റലി സ്ട്രെങ്ത് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഫിസിക്കലി സ്ട്രെങ്ത് എന്നതുപോലെ ഇപ്പൊ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത് ഇപ്പോ അത്ലറ്റിക്സ് ആയ ആളുകൾ, സ്പോർട്സ് ആയ ആളുകൾക്ക് അവർക്ക് ആ മേഖലയിൽ ശോഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ഫിസിക്കലി ഫിറ്റ് ആണ്, ഫിസിക്കലി സ്ട്രെങ്ത് ആണ്. ഐ എം റൈറ്റ്? അതിന് അവരെന്ത് ചെയ്യണം? ജിമ്മിൽ പോകണം, അവർ എക്സസൈസ് ചെയ്യണം, അവർ വാക്കിംഗ് ചെയ്യുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ ഫിസിക്കലി അവർ സ്ട്രെങ്ത് ആയിരിക്കും, ഫിസിക്കലി സ്ട്രെങ്ത് ആണ്. എന്നാലാണ് ആ പ്രൊഫഷനിൽ അവർക്ക് വിജയിക്കാൻ കഴിയുക, ആ അത്ലറ്റിക്സ് ആവാൻ അവർക്ക് കഴിയുക. അതേപോലെ തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കായികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം ഇവിടെ മെന്റലി സ്ട്രെങ്ത് ആണ്. മെന്റലി സ്ട്രെങ്ത് ആണ്. ഒരു നെഗറ്റീവിനെയും നമ്മളെ തകർക്കാൻ കഴിയാത്ത രീതിയിൽ മെന്റലി സ്ട്രെങ്ത് ആവണം, മെന്റലി സ്ട്രോങ് ആവണം. അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മൾ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലൂടെ നമ്മൾ നെഗറ്റീവ് ഉള്ള സൊസൈറ്റിയിലൂടെ നമ്മൾ വിജയിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒട്ടനവധി ആളുകളുണ്ട്. സമൂഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ പറഞ്ഞാൽ, ഈ ബിസിനസ്സിലായിക്കോട്ടെ മറ്റെന്ത് കാര്യം ആയിക്കോട്ടെ, എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിനെ കണക്കാക്കുകയാണെങ്കിൽ ഒരാളോട് നമ്മൾ ബിസിനസ് പ്ലാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതി. എന്റെ പ്രൊഡക്റ്റ് വേണ്ട, എന്റെ ബിസിനസ് വേണ്ട എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം വേണ്ട എന്നല്ല പറയാ, നമ്മളെയും കൂടി നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ളതാണ്. എന്നെയും കൂടെ ചെയ്യുന്ന ഒരു കാര്യം നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എന്തിനാണ് അവരെന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ പോരെ, എന്നെയും കൂടെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ശരിയല്ലേ? MI ലിസ്റ്റിൽ ഒരു നെഗറ്റീവ് പോലും നമുക്ക് കാണാനില്ലല്ലോ. ഒരു നെഗറ്റീവ് നിങ്ങൾ പറയും, MI ലിസ്റ്റിൽ ഒരു നെഗറ്റീവ് പറയും. ഒരു നെഗറ്റീവ് പോലും കാണാത്ത ഒരു ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മുതൽ 5 വർഷക്കാലം നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളുകളെ, സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? നേരിടണം. അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ആൻസർ പറയാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിന് മെന്റലി സ്ട്രെങ്ത് ആവാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നോളജ് ആണ്, അറിവാണ്. ഫുൾ ഓഫ് നോളജ്. അറിവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതൊരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട അറിവിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അറിവാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിനുവേണ്ടി നമ്മൾ സമയവും നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നിരന്തരമായി പങ്കെടുക്കണം. നമ്മൾ മെന്റലി സ്ട്രോങ് ആവണം. നമ്മൾ ഒരാൾക്ക് പോലും നമ്മൾ നെഗറ്റീവ് ആക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ മെന്റലി സ്ട്രെങ്ത് ആവണം. ഒരു ജിമ്മിലൊക്കെ പോകുന്നത് പോലെ, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്ന പോലെ മെന്റലി സ്ട്രോങ് ആക്കണം. എന്നെ തുടക്കത്തിലൊക്കെ നിരവധി ആളുകൾ എന്നെ ഇത് പിന്തിരിപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 40,000 രൂപ ജോലി എന്തിന് കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ലൊട്ടിലൊടുക്ക് പരിപാടിക്കൊക്കെ എന്തിനു പോകണം, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനയാണ്, പേസ്റ്റ് സോപ്പ് ഷോപ്പ് എന്തിനു വിൽക്കാൻ പോകണം എന്നൊക്കെ ചോദിച്ച് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയ ആളുകളുണ്ട്. പക്ഷെ നമ്മളാണ് ഇതിനാണ് സിസ്റ്റം മനസ്സിലാക്കിയത്, നമ്മളാണ് അതിന്റെ പ്ലാൻ മനസ്സിലാക്കിയത്, ഇതിലാണ് നമ്മൾ ടീം വർക്കിന്റെ കാര്യം നമ്മളാണ് മനസ്സിലാക്കിയത്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ച ആളുകൾ കണ്ടത് നമ്മളാണ്, നമ്മൾ പ്രൂഫ് എല്ലാം ബോധ്യപ്പെട്ട ആളുകളാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് അവരെ പോലെ ആവണമെന്ന ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. നെഗറ്റീവായ സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മൾ മെന്റലി സ്ട്രെങ്ത് ആയിട്ട് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എന്നുള്ളത്.
കണക്ക് പഠിപ്പിക്കുന്നത്. പോസിറ്റീവിന്റെ ഒപ്പം നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടാണ് എന്ത് ചെയ്യുക, മാറുക. അത് പ്രകൃതിയിൽ തന്നെ അങ്ങനെ തന്നെ, പോസിറ്റീവ് നെഗറ്റീവ്സിൽ നെഗറ്റീവ് എന്നുള്ളതാണ്. പക്ഷെ MI ലൈഫ് പ്രവർത്തിക്കുന്ന, ആക്റ്റീവായി പ്രവർത്തിക്കുന്ന, ഒരു സ്വപ്നത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസിക്കൽ ടു പോസിറ്റീവ് ആണ്. നമ്മൾ ഇക്വേഷൻ അതാണ്. ആര് നെഗറ്റീവ് ആയിട്ട് നമ്മളെ സമീപിച്ചാലും നമ്മൾ അവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ മാത്രം. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസിക്കൽ ടു പോസിറ്റീവ്, നമ്മളുടെ ഇക്വേഷൻ പോസിറ്റീവ് ആണ്. അങ്ങനെ അവരെ പോസിറ്റീവ് ആക്കാൻ തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പും മെന്റലി പ്രിപ്പയർ ചെയ്തോടെ ഈ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യാൻ, ശക്തമായിട്ട് ചെയ്യാൻ. ഡോണ്ട് ലുക്ക് ഡൗൺ, താഴെ നോക്കി നടക്കണം എന്നാണ് നമ്മളെ പൂർവികമാർക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ലുക്ക് ഡൗൺ. നമ്മൾ താഴെ നോക്കിയിട്ടല്ല ഈ ബിസിനസ് ചെയ്യേണ്ടത്. താഴെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമ്മൾ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. എൻ്റെ സ്വപ്നമായിരിക്കില്ല എൻ്റെ കൂടെ വരുന്ന ആളുകളുടെ സ്വപ്നം. അവർ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ 2 or 3 ഡിസ്ട്രിബ്യൂട്ടർ വന്നു, അല്ലെങ്കിൽ 10 ഡിസ്ട്രിബ്യൂട്ടർ വന്നു, അവർ വേണ്ടത്ര രീതിയിൽ ബിസിനസ് ചെയ്യാതിരിക്കാം. അവരെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്. ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത ആളുകളായിരിക്കാം. അങ്ങനത്തെ എൻ്റെ ടീമിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇനാക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ ഇനാക്റ്റീവ് ആവണമെന്ന ആവശ്യമില്ലല്ലോ. ഞാൻ നോക്കേണ്ടത് എൻ്റെ താഴെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടല്ലല്ലോ ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ മുകളിൽ അപ്ലൈൻ ലീഡർ ഉണ്ട്, സുജിത് ശ്രീധരൻ സാർ CTC ലീഡറാണ്. അതിന് മുകളിൽ ശൈലേഷ് ബാലൻ സാറുണ്ട്, ITC ആണ്, മാസത്തിൽ ഏകദേശം 6 ലക്ഷം വരുമാനമാകുന്നതാണ്. അതിന് മുകളിൽ ബെല്ലി സാറുണ്ട്, ബെല്ലി സാർ മാസത്തിൽ ഏകദേശം WTC ആണ്, ഏകദേശം 2 ID സീലിംഗ് അച്ചീവർ ആണ്, ഏകദേശം മാസം 20 ലക്ഷം വരുമാനം വാങ്ങുന്നതാണ്. അതിന് മുകളിൽ അനീഷ് ബാബു സാറുണ്ട്, ഏകദേശം ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്, 30-40 ലക്ഷം ഒരു മാസം വരുമാനം വാങ്ങുന്ന ആളാണ്. അതിന് മുകളിൽ മുബീൻ മുഹമ്മദ് സാറുണ്ട്, അദ്ദേഹം മാസത്തിൽ 70 ലക്ഷം 80 ലക്ഷം വരുമാനം വാങ്ങുന്ന ആളുകളാണ്. ഞാൻ അവരെ പോലെ ആവണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ലുക്കപ്പ്, ഞാൻ മുകളിലേക്കാണ് നോക്കുന്നത്, താഴേക്കല്ല ഞാൻ നോക്കുന്നത്. എനിക്ക് അവരെ പോലെ ഒരു ലീഡർ ആവണമെന്ന്, അവരെ പോലെ വരുമാനം വാങ്ങണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരാണ്, ലീഡേഴ്സാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്. എൻ്റെ താഴെയുള്ള ആളുകളല്ല എന്നെ പ്രചോദിപ്പിക്കുന്നത്. അപ്പൊ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ശക്തമായി മുന്നോട്ട് പോകണം. എൻ്റെ വഴിയെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം? ശക്തമായി മുന്നോട്ട് പോകണം. ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എൻ്റെ ടീമിൽ ഇനാക്റ്റീവ് ആയി വിചാരിച്ചിട്ട് ഞാനെതിരെയാണ് ഇനാക്റ്റീവ് ആവാനുള്ള കാര്യം. ഞാൻ പുതിയ ആളെ കണ്ടെത്തണം. പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ റിക്രൂട്ട് ചെയ്യും. എത്രയോ ആളുകൾ ഈ ബിസിനസ്സിന് ആപ്റ്റായ സമൂഹത്തിലുണ്ട്. അവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരിലൂടെ നമുക്ക് വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ എപ്പോഴും പ്രവർത്തനത്തിൽ ഊന്നിയിട്ടുള്ള വിശ്വാസത്തിലൂടെ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അക്സെപ്റ്റ് ദ പെയിൻ. വേദനകൾ നമുക്ക് ഈ ബിസിനസ്സിൽ വരും, അതിന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. വിജയിച്ചവരെല്ലാവരും തന്നെ ഒരു വേദനയിലൂടെ കടന്നുപോയ ആളുകളാണ്. ഈ ബിസിനസ്സിലും ചില സമയങ്ങളിൽ നമുക്കൊരു വേദനയൊക്കെ ഉണ്ടാവാം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് വിജയത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം. അക്സെപ്റ്റ് ദ പെയിൻ. പെയിനെ നമ്മൾ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഞാൻ ആന്ധ്രാപ്രദേശിൽ ഒരു ഹൗസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, തുടക്ക കാലഘട്ടങ്ങളിൽ എനിക്ക് തെലുങ്ക് വേണ്ടത്ര രീതിയിൽ പറയാൻ അറിയില്ല. ഞാൻ പഠിച്ചു വരികയാണ്. അപ്പൊ എൻ്റെ ബിസിനസ് തെലുങ്ക്, ആന്ധ്രാപ്രദേശിൽ ഒരു വലിയൊരു ബിസിനസ് ടീം അവിടെയാണ്. അപ്പൊ തുടക്കത്തിൽ എനിക്ക് തെലുങ്ക് അറിയാത്തതുകൊണ്ട് ഒരു ഹൗസ് മീറ്റിംഗിൽ, ഒരു സ്ത്രീകളുടെ ഒരു കുടുംബശ്രീ പോലത്തെ ഒരു മീറ്റിംഗ് ആണ്. അവിടെ ഞാൻ ഇങ്ങനെ തെലുങ്കിലാണ് ഈ പ്രസന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇരുന്ന സ്ത്രീകളെല്ലാവരും കൂടെ എൻ്റെ തെലുങ്ക് വേണ്ടത്ര നല്ലതല്ലാത്തതുകൊണ്ട് അവർക്കതൊരു തമാശയായിട്ട് അവർക്ക് തോന്നിയതുകൊണ്ട് അവരിരുന്ന് ചിരിച്ചു. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവരിരുന്ന് എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അത് ഞാൻ കാണുകയാണ്, അവരിങ്ങനെ ചിരിക്കുന്നത് ഞാൻ കാണാം. അപ്പോൾ എൻ്റെ മനസ്സിനെ കാര്യമായിട്ട് വേദനിപ്പിച്ചു. ഞാനൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അവർ ചിരിക്കുന്ന ഒരു സാഹചര്യം. എൻ്റെ ഭാഷ മോശമാണ്. ആ വേദന എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കണം, വേദന. ആ വേദനയിൽ ഞാൻ എടുത്ത തീരുമാനം, ഞാനത് അംഗീകരിച്ചു. എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവരെ മുന്നിൽ തെലുങ്ക് വളരെ ഭംഗിയായിട്ട് സംസാരിക്കണം. അങ്ങനത്തെ ഒരു ദിവസം വരും, ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും തരത്തിലുള്ള തീരുമാനമാണ് അവൾ എടുത്തത്. ആ വേദനയിൽ ഞാൻ എടുത്തത് തീരുമാനമാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന മലയാളമുണ്ടല്ലോ, ഇത് വേണമെങ്കിൽ തെലുങ്കിലും ഇതേ രീതിയിൽ സംസാരിക്കും. ഇതേ രീതിയിൽ ഞാൻ തെലുങ്ക് സംസാരിക്കും. അങ്ങനെ തെലുങ്ക് സംസാരിക്കാൻ എന്നെ പാകപ്പെടുത്തിയത് ആ വേദനയിൽ ഞാൻ എടുത്ത തീരുമാനമാണ്. ആ വേദനകളിൽ നമ്മൾ സ്കിപ്പ് ആവല്ല വേണ്ടത്. ഒരാൾ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത്, നിന്നെ മുറിവേൽപ്പിക്കുന്ന സമയത്ത് അവിടെ എടുക്കേണ്ട ശക്തമായ തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് വിജയിച്ചു തരുന്ന കാര്യം അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
തുടക്കത്തിലൊക്കെ എന്നെ പലതരത്തിലും മാനസികമായി വേദനപ്പെടുത്തിയ ആളുകളുണ്ട്. 2,10,000 കാര്യങ്ങൾ പറയുമ്പോൾ, കാർ വാങ്ങിക്കുന്ന പറയുന്ന സമയത്ത്, ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന സമയത്ത് എന്നെ നിരുത്സാഹപ്പെടുത്തി എന്നെ കളിയാക്കിയിട്ടുള്ള ഒട്ടനവധി സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ എന്റെ മുന്നിൽ വേദനയാണ്. ആ വേദന ഞാൻ അംഗീകരിച്ചിട്ട് ഞാൻ എടുത്ത തീരുമാനം, എന്നാൽ അവരെ മുന്നിൽ എന്ത് ചെയ്യണം, നമുക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുന്ന തീരുമാനമാണ് എടുത്തത്. 2,10,000 കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ ഞാനും 2,10,000 വാങ്ങിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ആ തീരുമാനം നടപ്പിലാക്കിയത്. അക്സെപ്റ്റ് ദ പെയിൻ. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനത്തെ വേദനകൾ, കളിയാക്കലുകൾ നമുക്ക് വരും. അതിന് നമ്മൾ എന്ത് ചെയ്യരുത്, ക്വിറ്റ് ചെയ്യരുത്. അതിന് നമ്മൾ ബ്ലെയിം ചെയ്യരുത്. അതിന് നമ്മൾ അംഗീകരിക്കുക. ആ അംഗീകരിച്ചുകൊണ്ട് ആ വേദനയെ വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അങ്ങനെ ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താത്ത രീതിയിൽ എൻ്റെ ഇന്നത്തെ ഒരു മീറ്റിങ്ങിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം, ഒരു 3 മുതൽ 5 വർഷക്കാലം നിങ്ങൾ പ്രവർത്തനത്തിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ മെസ്സേജ്. നിങ്ങൾ 3 to 5 ഇയർ നമ്മൾ പ്രവർത്തനത്തിൽ ഉണ്ടാവണം. എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണെന്ന് പറയുന്നത്. ഒരു യാത്ര പോലെ നമ്മൾ കാണണം എന്ന് പറയുന്നത്. യാത്രയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്യാറില്ലേ? ഒരു 10 ദിവസം യാത്രയ്ക്ക് പോകുമ്പോൾ അതിനൊരു ഡ്രസ്സ് നമ്മൾ കൈപിടിക്കാറില്ലേ? എല്ലാത്തിനും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നമ്മൾ യാത്ര പോകുന്നത്. അതേപോലെ MI ലൈഫ് സ്റ്റൈൽ ഒരു 3 മുതൽ 5 വർഷക്കാലം സന്തോഷകരമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തണം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. വിജയിച്ച് അടങ്ങും തീരുമാനിച്ച ആളുകളാണ്. ഒരു തടസ്സവും നമ്മൾ നേരിടാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുൻകൂട്ടി ആ തടസ്സത്തെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മുൻകൂട്ടി കണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തടസ്സത്തെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ? അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ലെസ് തിങ്കിങ്, മോർ ഡൂയിങ്. നമുക്കിവിടെ ആലോചനകൾക്ക് ഇമ്പോർട്ടന്റ് ഇല്ല. കുറച്ച് ആലോചന, കൂടുതൽ പ്രവർത്തനം. ഇതാണ് നമ്മുടെ വിജയമന്ത്രം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാവും, ഇത് അങ്ങനെ പോയാൽ എങ്ങനെയാവും, 2 വർഷം എങ്ങനെയാവും, ഇത് എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ കൂടുതൽ കാട് കയറി ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഞാൻ 8 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണുള്ളത്. എന്തു ചെയ്യും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ചിന്തകൾ ഒരിക്കലും ഒരു വ്യക്തി എന്തെങ്കിലും വിജയിയാക്കില്ല. നമുക്ക് കുറച്ച് ചിന്തകളാണ് ആവശ്യം. കൂടുതൽ പ്രവർത്തനമാണ് ആവശ്യം. ലെസ് തിങ്കിങ്, മോർ ഡൂയിങ്. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. തിങ്കർ ഇങ്ങനെ തിങ്കിങ് ചെയ്തുകൊണ്ടേയിരിക്കും, ആലോചിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധി കൂടിയ ആളുകളും പ്രശ്നമാണ്, അറിവ് കൂടിയ ആളുകളും പ്രശ്നമാണ്. ചില ആളുകൾ അറിവിന്റെ കൂടാരമാണ്, ഫുൾ അറിവാണ്, എല്ലാത്തിനും കുറിച്ച് അറിവിന്റെ പര്യായമാണ്. പക്ഷെ പ്രവർത്തിക്കില്ല, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും A to Z അറിയണം. എങ്ങനെ 2,10,000 വരും, ഇത് എങ്ങനെ സംഭവിക്കും, എല്ലാ കാര്യങ്ങളും ആലോചിച്ചു ഇതിന്റെ ആൻസർ കിട്ടി അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാള്, ഒരു ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞാൽ 40 രൂപ കിട്ടും, പേസ്റ്റ് വിറ്റ് 40 രൂപ കിട്ടും. ഉൽപ്പന്നം വിൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വരുമാനം കിട്ടും? ചെയ്ത് ശ്രമിക്കുക എന്ന തരത്തിൽ അവര് പ്രവർത്തിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുക. അവർ അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ആ വ്യക്തി എന്ത് ചെയ്യും? വിജയിച്ചുകൊണ്ടിരിക്കും. ഈ തിങ്കർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? ഡൂയിങ് ആണ്. പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ലെസ് തിങ്കിങ് നമ്മളെ സംബന്ധിച്ചോളം ചെറിയ കാലയളവ്. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് എത്ര ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ പറ്റും, ഇത് മാത്രമാണ് ചിന്താഗതി. എന്റെ കലണ്ടറിൽ ഞാൻ അന്നും ഇന്നും ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ, സക്സസ് എന്ന് പറയുന്ന ഹാബിറ്റ് ആണല്ലോ. എന്റെ കലണ്ടറിൽ ഒരു ആഴ്ച തുടങ്ങിയ വെള്ളിയാഴ്ച മാത്രം എന്റെ കലണ്ടറിലുള്ളൂ. ശനിയാഴ്ച ദിവസം എന്റെ കലണ്ടറിലില്ല. നാളേക്ക് മാറ്റി വെക്കുന്ന ഒരു കാര്യമില്ല. ഈ വെള്ളിയാഴ്ച വരെ എത്ര ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ഇത് മാത്രമാണ് നമ്മളെ ചിന്താഗതി. അടുത്ത ശനിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച ചിന്തിക്കുക. നമ്മളെ കലണ്ടറുകളിൽ വെള്ളിയാഴ്ചകളാണ് നമ്മളെ കലണ്ടർ. ഡിയർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡിയർ ലീഡേഴ്സ്, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2026 എന്ന വർഷത്തിന് ഇമ്പോർട്ടന്റ് ഇല്ല. 52 ആഴ്ചകൾക്കാണ് ഇമ്പോർട്ടൻസ്. 52 ആഴ്ചകൾ കൂടി ചേർന്നാണ് ഒരു വർഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഒന്നും ചെയ്യാതെ, ഈ ആഴ്ച ഒന്നും ചെയ്യാതെ 2026 എന്റെ ജീവിതത്തിൽ മികച്ച വർഷമാവെന്ന് ചിന്തിക്കുന്നത് എവിടുത്തെ യുക്തിയാണ് നമുക്കുള്ളത്? അതിനെന്ത് യുക്തിയാണുള്ളത്? എന്റെ ജീവിതം മനോഹരമാക്കണമെങ്കിൽ അതിന് നമ്മൾ പ്രിപ്പയർ ആവണം. 2026 വർഷമില്ല, 52 ആഴ്ചകളാണ് MI ലൈഫ് സ്റ്റൈലിൽ വിജയിക്കുന്ന ആളുകൾക്കുള്ളത്. ഒരാഴ്ചയും മനോഹരമാക്കി കഴിഞ്ഞാൽ, 52 ആഴ്ചയും മനോഹരമാക്കി കഴിഞ്ഞാൽ ആ വർഷം മികച്ച വർഷമാകുന്നത് യാതൊരു സംശയവുമില്ല. അപ്പൊ ഓരോ ആഴ്ചയുമാണ് ഇമ്പോർട്ടന്റ്. ആ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പെർഫോം ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം. എന്തു തന്നെയാണെങ്കിലും മുന്നോട്ട് ചെയ്യാന്നുള്ളതാണ്. സൈനികർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങൾക്ക് ഓടാൻ കഴിയുമെങ്കിൽ ശക്തമായി ഓടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നടക്കാനാണ് കഴിയുന്നെങ്കിൽ നിങ്ങൾ ശക്തമായി നടക്കുക എന്നുള്ളതാണ്, വേഗത്തിൽ നടക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഴയാനാണ് കഴിയുമെങ്കിൽ അതും ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഓരോ ആഴ്ചയും ചെയ്യേണ്ടത്. വിജയം എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് സക്സസ് എന്ന് പറയുന്ന വലിയ വിജയം ഒരാളുടെ ജീവിതത്തിലും ഇല്ല. വലിയ വിജയം എന്ന് പറഞ്ഞാൽ വീടിന് പ്രസക്തിയില്ല. ചെറിയ ചെറിയ വിജയങ്ങളുടെ ആകത്തുകയാണ് വലിയ വിജയം എന്ന് പറയുന്നത്. ദ ആഡിങ് ഓഫ് സ്മോൾ അച്ചീവ്മെന്റ് ഇറ്റ് വിൽ ബിക്കം ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്നാണ് പറയുന്നത്. വലിയ വിജയം എന്ന് പറഞ്ഞ വാക്കിന് പ്രസക്തിയില്ല. ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷമാക്കാൻ നമുക്ക് പറ്റണം. ചെറിയ ചെറിയ വിജയങ്ങളെ കൂട്ടിവെച്ച് നോക്കും, അത് വലിയ വിജയമായിട്ട് മാറും. എല്ലാവരും വലിയ വിജയത്തിന് വേണ്ടി ചെറിയ വിജയങ്ങൾ ഒന്നും ചെയ്യാതെ വലിയ വിജയത്തിന് കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ വിജയം ഒരു ആളുടെ ജീവിതത്തിൽ വന്നു ചേരില്ല. അപ്പോൾ ചെറിയ വിജയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 100% വലിയ അച്ചീവറായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ മാറാൻ പറ്റുന്നുള്ളതാണ്. സോ ലെസ് തിങ്കിങ്, മോർ ഡൂയിങ്, ഹാർഡ് വർക്ക്, ശക്തമായിട്ട് പ്രവർത്തനം. നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു നാണക്കേടിന്റെ ആവശ്യമില്ല. ഞാനോ നിങ്ങൾ വിൽക്കുന്നത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ്. സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. ഒരാൾക്ക് 1 രൂപ പോലും നഷ്ടമില്ലാത്ത ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളെയും പൈസ നഷ്ടപ്പെടാത്ത ബിസിനസ് ചെയ്യുന്നത്. സത്യസന്ധമായ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. പ്യൂരിറ്റിയുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കോൺഫിഡൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളോട് ഈ വിളിച്ചു പറയണം. ഈ അവസരം നമ്മൾ പറയണം, ഉൽപ്പന്നങ്ങൾ നമ്മൾ പറയണം. എത്രമാത്രം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും അത്രയും നമുക്ക് ബിസിനസ് കൂടും എന്നുള്ളതാണ്. നമ്മളെ സക്സസിന്റെ മന്ത്രം എന്ന് പറയുന്നത് മീറ്റ് മോർ പീപ്പിൾ, അഗൈൻ മീറ്റ് മോർ പീപ്പിൾ. ഇതാണ് നമ്മുടെ സക്സസിന്റെ മന്ത്രം എന്ന് പറയുന്നത്. ഇത് വേറെ സീക്രട്ടുകളില്ല. വിജയിക്കേണ്ടത് എന്റെ ആവശ്യമാണതുകൊണ്ട് ഈ വിജയിക്കേണ്ട ഫോർമുലയിൽ നമ്മൾ പങ്കെടുക്കണം. ഇന്നലെ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതാണ് നിങ്ങൾ വിജയത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത്. ഇന്നലത്തെ ദിവസം എത്ര വ്യക്തികളെ നിങ്ങൾ ബിസിനസ് കേൾപ്പിച്ചു, പ്രൊഡക്റ്റ് പറഞ്ഞു എന്നുള്ളതാണ് സക്സസിന്റെ മാനദണ്ഡം. ഇതൊന്നും ചെയ്യാതെ ഈ ബിസിനസ്സിൽ ഞാൻ വലിയ വിജയമാവും ചിന്തിക്കുന്നത് എന്ത് യുക്തിയാണ് അതിലുള്ളത്? മീറ്റ് മോർ പീപ്പിൾ. ഈ ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകണം. എനിക്ക് നല്ലൊരു വീട് വാങ്ങേണ്ടത്, എനിക്ക് നല്ല കാർ വാങ്ങേണ്ടത്, എന്റെ ഫാമിലി സന്തോഷകരമായി ഉണ്ടാവേണ്ടത് അത് നാട്ടുകാരുടെ ആവശ്യമില്ല, എന്റെ ബന്ധുക്കാരുടെ ആവശ്യമില്ല, അത് എന്റെ മാത്രം ആവശ്യമാണ്. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. എന്റെ ജീവിതം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒരാളും ആ സക്സസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. ഒരു കളിക്കാരന് വേണ്ടത്, ഒരു ശക്തമായി കളിക്കണമെന്ന് കളിക്കാരന് വേണ്ടത് എന്താണ്? ഒരു ഫുട്ബോൾ പ്ലെയർ ആയിക്കോട്ടെ, ക്രിക്കറ്റ് പ്ലെയർ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടത് എന്താണ്? എനിക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും വേണ്ടതാണ് ഗ്രൗണ്ടാണ് വേണ്ടത്. ഒരു പ്ലേ ഗ്രൗണ്ട് ഇല്ലാതെ ഒരു കളിക്കാരനും മികച്ച കളിക്കാരനായിട്ട് മാറിയിട്ടില്ല. ഐ ആം റൈറ്റ്. അതുപോലെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടത് ഒരു കളിക്കാനുള്ള സക്സസ് ആവാനുള്ള ഒരു അവസരമാണ്, ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. കളിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മികച്ച ഗ്രൗണ്ടാണ് MI ലൈഫ് സ്റ്റൈൽ. അതിൽ നമ്മൾ ശക്തമായി കളിക്കണം. കളിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഗ്രൗണ്ട് കിട്ടിയിട്ടും കാര്യമില്ല. ഇവിടെ കളിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്, ജീവിതത്തിൽ വിജയിക്കുന്ന ആഗ്രഹമുള്ള മികച്ച അവസരമാണ് MI ലൈഫ് സ്റ്റൈൽ. ഈ മന്ത്രത്തിൽ വേണം നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ. ഹാർഡ് വർക്ക്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ കഠിന പ്രയത്നത്തിലാണ്. ബിലീഫ് ഇൻ ദ ഹാർഡ് വർക്ക്. എന്താണ് ഹാർഡ് വർക്ക്? കോമൺ വർക്കല്ല, സാധാരണ വർക്കല്ല, അതിന് എക്സ്ട്രാ ചെയ്യുന്നതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. നോർമൽ 7 മണി വരെയാണ് നമ്മൾ ഫീൽഡ് ഉണ്ടെങ്കിൽ 2 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യണം. അതിനെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. എക്സ്ട്രാ ആഡ് ചെയ്യുന്നതിനാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കേണ്ട 2 വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്റെ എക്സ്പീരിയൻസ്, ഒന്ന് നമ്മളെ കഠിന പ്രയത്നത്തിലാണ്, പ്രവർത്തനത്തിൽ ഊന്നിയുള്ള വിശ്വാസമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷനിൽ വിശ്വാസം വേണം. ഞാൻ ചെയ്യുന്നത് പോലെ എന്റെ ഗ്രൂപ്പിലും ആളുകൾ പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം. ഈ 2 വിശ്വാസങ്ങളാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിലീഫ് എന്ന് പറയുന്നത്. ഞാൻ പ്രവർത്തിക്കുക, എന്റെ ബെസ്റ്റ് പെർഫോമൻസ് ഹാർഡ് വർക്ക് ചെയ്യുക, ഞാൻ ചെയ്യുന്നത് പോലെ എന്റെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? ആളുകൾ പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഡ്യൂപ്ലിക്കേഷൻ വിശ്വാസം ഉണ്ടാവുന്നതാണ്. ഈ 2 വിശ്വാസങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഈ ബിസിനസ്സിലെ വലിയ വിജയമായിട്ട് മാറ്റുന്നതാണ്. നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് 100% വിശ്വസിക്കുക, ശക്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ശ്രീറാം കമ്പനിയിൽ ഒരു ബ്രാഞ്ച് മാനേജറാണ് കടന്നത്. ആ സമയത്തുള്ള ഫോട്ടോ ആണ്. ഏകദേശം 40,000 രൂപ സാലറി ഉള്ള സമയത്താണ് ഈ ബിസിനസ്സിൽ ഞാൻ കടന്നു വരുന്നത്. ഈ ബിസിനസ് ഞാൻ കടന്നു വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, എല്ലാവർക്കും ഒരു കാരണമില്ലാതെ ആരും ഈ ബിസിനസ് മീറ്റിംഗ് ഹാളിൽ പങ്കെടുത്തിട്ടില്ല. എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള, എന്നെ ബിസിനസ് പഠിച്ച ശ്രീജിത് ശ്രീധരൻ സാറാണ്. എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ശൈലേഷ് ബാലൻ സാറിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. സാറിന് ആ മാസം 2 ലക്ഷം വരുമാനം എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, രാജു ഞാൻ 3 വർഷമായി MI രജിസ്റ്റർ ചെയ്യുന്നു, എന്റെ ഒരു മാസം വരുമാനം 2 ലക്ഷം വരുമാനം. എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലാത്ത വരുമാനമാണ് അത്. കാരണം ഞാൻ എത്ര ജോലി ചെയ്താലും, എത്ര ഈ കമ്പനിയിലെ 10, 20, 30, 40 വർഷം ജോലി ചെയ്താലും 2 ലക്ഷം വരുമാനം ആവുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. പക്ഷെ 2 ലക്ഷം രൂപ എന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പൊ അതിനെ പറ്റിയ അവസരമായിട്ട് ഞാൻ കണ്ടു. ഞാൻ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ശക്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തുടങ്ങുന്നത് തൃശ്ശൂരിലാണ്. ഞാൻ ബിസിനസ് തുടങ്ങുന്നത് എന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. തൃശ്ശൂരിലെ കേച്ചേരി സ്ഥലത്ത് തുടങ്ങിയ മീറ്റിംഗ് ആണ്. ഇവിടെ തുടങ്ങിയ ബിസിനസ് ആണ്. ഇവിടെ നിന്ന് എന്റെ ബിസിനസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആന്ധ്രാപ്രദേശിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.
അൺഎക്സ്പെക്ടഡ് ആന്ധ്രാപ്രദേശ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചു ഒന്നല്ല ആന്ധ്രാപ്രദേശ് പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അവിടെ എന്ത് ചെയ്തു, ഓൾറെഡി ഒരു വ്യക്തി സ്റ്റാർട്ടായി അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഭാഷ എനിക്ക് അറിയില്ലെങ്കിൽ പോലും അവരെ സഹായിക്കണം. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശിലെ ഞാൻ അവിടെ പോകുന്നത്. അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ കുറച്ച് ബിസിനസ്സിന് സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു തുടക്കത്തിൽ. അപ്പൊ എനിക്ക് ഒരു വേർഡ് പോലും തെലുങ്ക് അറിയില്ല. അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ് ആണ്. ഇന്ന് 10-15 ദിവസം ഞാൻ ഇന്ന് ആന്ധ്രാപ്രദേശിലാണ്. ഞാൻ അന്നും ഇന്നും വരേക്കുള്ള കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 15 ദിവസം ആന്ധ്രാപ്രദേശ്, 15 ദിവസം കേരളത്തിലാണ്. ഇങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്റെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഓർഗനൈസേഷനാണിത്. ഞാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഓർഗനൈസേഷനാണ് ഇത്. മുഴുവൻ DTC ആൻഡ് അബോവ് ലീഡേഴ്സ് ആണ്. ആന്ധ്രാപ്രദേശിലെ ഒരു NTC ലീഡർ ഉണ്ട്, ഈ ബിസിനസ്സിലൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അദ്ദേഹം സീലിംഗ് അച്ചീവ് 2,10,000 വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും സീലിംഗ് അച്ചീവറാണ്. എന്റെ ടീം 2,10,000 ആന്ധ്രാപ്രദേശിലുണ്ട്. റായൽസീമ 2 ഏരിയ ആയിട്ട് ആന്ധ്രാപ്രദേശിന്റെ നോർത്ത് ഈസ്റ്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ MI ലൈഫ് സ്റ്റൈലിലെ റായൽസീമ ഏരിയയില് ആ ഏരിയയിൽ ആദ്യത്തെ സീലിംഗ് അച്ചീവർ സൃഷ്ടിച്ചത് നമ്മളുടെ ഗ്രൂപ്പാണ്. MI ലൈഫ് സ്റ്റൈൽ കമ്പനിയിൽ തന്നെ ആകെ 3 സീലിംഗ് അച്ചീവേഴ്സേ ഇവിടെ ആന്ധ്രാപ്രദേശിലുള്ളൂ. അതിലൊരാൾ നമ്മുടെ ടീമില്ല. കമ്പനിയുടെ ഔട്ട്ലെറ്റ് പോലും ഇപ്പൊ അവിടെ ഇല്ല. ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ല. പ്രൊഡക്റ്റ് വരണമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വരണം, ചെന്നൈയിൽ നിന്ന് വരണം. കമ്പനി മീറ്റിംഗ് സെന്റർ ഇല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാഹചര്യവും ഇല്ലാതെ കമ്പനിയുടെ മാനേജ്മെന്റിൽ തെലുങ്ക് പറയുന്ന ഒരാൾ പോലും ഇല്ല എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ. നമ്മളുടെ ടീമിന്റെ സിസ്റ്റവും നമ്മളെ ഹാർഡ് വർക്കുമാണ് ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്തു. എന്നിരിക്കെ ഇവിടെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ പല കാരണങ്ങൾക്കും കുറ്റം പറയാറില്ലേ? പ്രൊഡക്റ്റ് സ്റ്റോക്ക് കുറവാണ്, ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് ഇല്ല, പല കുറ്റങ്ങൾ പറയാറില്ലേ? ഇവിടെ ഞങ്ങൾ കുറ്റം പറയാനൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഡക്റ്റ് വരണം. ഏകദേശം 40-ൽ കൂടുതൽ DTC അബോവ് ലീഡേഴ്സ് ആന്ധ്രാപ്രദേശ് സൃഷ്ടിച്ചിട്ടുണ്ട്. 4ഓളം RTC ലീഡേഴ്സ് ഉണ്ട്. 12ഓളം STC ലീഡേഴ്സ് ഉണ്ട്. 100-ൽ കൂടുതൽ ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഏകദേശം 12 കോടി ബിസിനസ് ആന്ധ്രാപ്രദേശിൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 12 കോടി. ഒരു മാസത്തെ ഏവറേജ് ആന്ധ്രാപ്രദേശിൽ ബിസിനസ് 30 ലക്ഷം 30 ലക്ഷം ബിസിനസ് ആണ് ഒരു മാസത്തെ ബിസിനസ്. കമ്പനി സാഹചര്യങ്ങളില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ഒഴുകി വരും എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നല്ല രീതിയിൽ തെലുങ്ക് സംസാരിക്കും. നമ്മൾ വിശപ്പാണ് ഭാഷ. ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആഗ്രഹമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു പ്രതിസന്ധിയും നമുക്കെന്നില്ല, തടസ്സമല്ല. വിജയിക്കണം ആഗ്രഹമാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുള്ള എൻ്റെ ടോട്ടൽ ടേൺ ഓവർ എൻ്റെ ബ്രാഞ്ച് വണ്ണിൽ ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ ഒരു ബ്രാഞ്ച് വണ്ണിൽ 6,23,401 ബ്രാഞ്ച് വണ്ണിൽ BV, ബ്രാഞ്ച് 2-ൽ 9,93,25,988 BV. ഇതൊരു ഡിസ്ട്രിബ്യൂഷിപ്പ്. മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ NTCയിലേക്ക് പോകുന്നു. ഈ ബിസിനസ്സിൽ ഒന്ന് അച്ചീവ്മെന്റ് സാധാരണക്കാരായി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് കമ്പനി CTC റാങ്കിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. ഞാനൊരു വളരെ സാധാരണ ഫാമിലി നടന്ന വ്യക്തിയാണ്. ഇതാണ് എൻ്റെ വീട്. ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഇതാണ് എൻ്റെ വീട്. ഇത് എൻ്റെ അച്ചാച്ചന്റെ വീടാണ്. അച്ഛന് സ്വന്തമായ വീടില്ല, അച്ചാച്ചന്റെ വീട്. അവിടെ 3 ഫാമിലി ഉണ്ട്. 3 ഫാമിലി: അച്ചാച്ചൻ, അച്ഛമ്മ, അച്ഛൻ, 2 ബ്രദേഴ്സ്. എൻ്റെ 28 വയസ്സ് വരെ എനിക്ക് സ്വന്തമായ റൂമില്ല. ഞാൻ ഒരു കൂട്ടുകുടുംബ ഫാമിലിയിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബൈക്ക്, എൻ്റെ സീഡ്ലെസ് ബൈക്കാണ് ഇത് കാണുന്നത്. ചെറുപ്പ കാലഘട്ടം മുതൽ വളരെ പുവർ ഫാമിലി, ദരിദ്ര ഫാമിലിയിൽ വന്നു വയ്ക്കാം. ദരിദ്ര ഫാമിലി തന്നെയാണ് വരുന്നത്. നല്ല വസ്ത്രങ്ങളില്ല, നല്ല ഭക്ഷണങ്ങളില്ല. അമ്മയുടെ പാല് കഴിഞ്ഞാൽ നല്ലൊരു ശരിക്കുള്ള പാല് പോലും ഞാൻ കഴിച്ചിട്ടില്ല. പശുവിന്റെ പാൽ അതുപോലും വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം. നല്ല പ്രോട്ടീൻ്റെ ഭക്ഷണങ്ങളും തരാൻ പറ്റാത്ത സാഹചര്യം. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള ഒരു കാലഘട്ടം. ഞാൻ 8ാം ക്ലാസ്സിൽ എനിക്ക് ഓർമ്മ വന്നപ്പോൾ മനസ്സിലായി വീട് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ആദ്യം ഞാൻ എൻ്റെ ജോലി എന്ന് പേപ്പർ ബോയ് ആണ്. പത്രം ഇടുക എന്നുള്ള ജോലിത്തിൽ ആദ്യം 8ാം ക്ലാസ്സിൽ. കാരണം എങ്ങനെയെങ്കിലും വരുമാനം വരണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അങ്ങനെ 8ാം ക്ലാസ് മുതൽ ജോലി തുടങ്ങിയതാണ്. വെക്കേഷൻ സമയത്ത് ഞാൻ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്. പെയിന്റിംഗ് പണിക്ക് ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ എന്തുണ്ട്, ഇത് വിജയിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. എങ്ങനെയും വിജയിച്ചേ പറ്റൂ. പ്രതിസന്ധികൾ മനുഷ്യനെ സ്ട്രെങ്തനാക്കുന്ന പറയണം. പ്രതിസന്ധികൾ മനുഷ്യനെ ശക്തനാക്കി മാറ്റുന്ന പറയണം. അപ്പൊ എൻ്റെ ഉള്ളിൽ ചെറുപ്പ കാലഘട്ടത്തിലുള്ള കുറെ പ്രതിസന്ധികൾ, കുറെ പ്രശ്നങ്ങളൊക്കെ എന്നെ സ്ട്രെങ്തനാക്കിയിട്ടുണ്ട്, ശക്തനാക്കിയിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. കാരണം അത്രയധികം ബാക്ക്ഗ്രൗണ്ട്, ഒരു പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കടന്നു വരും. അപ്പൊ ഇത് വിജയിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിലവിലെ ജോലി 40,000 ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയി ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച് കിടക്കുന്നു പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എനിക്ക് റിച്ച് ആയിട്ട് മാറണമെങ്കിൽ, എനിക്ക് എൻ്റെ വേളത്ത് ഹൗസ് ഒരു റിച്ച് ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് വരുമാനം വന്നേ പറ്റൂ, ലക്ഷം വരുമാനം വന്നേ പറ്റൂ. അതിന് പറ്റിയൊരു അവസരമായിട്ടാണ് MI ലൈഫ് ഞാൻ കണ്ടത്. പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു കല്യാണം ആയിക്കോട്ടെ, ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മളൊക്കെ ബാക്കിലാണ്.
പുവർ ഫാമിലി എന്നുള്ളതാണ്. നമുക്ക് റെസ്പെക്ട് ഒന്നുമില്ല. ഡിയർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വരുമാനമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ ലോകം നമ്മൾ അംഗീകരിക്കണം. സമ്പത്തില്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. ഇറ്റ്സ് എ റിയാലിറ്റി. ഒരു സൈക്കോളജിക്കും ഇവിടെ പ്രസക്തിയില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകണം, എനിക്ക് റെസ്പെക്ട് കിട്ടണം, എനിക്കൊരു ബഹുമാനം കിട്ടണമെങ്കിൽ സമ്പത്ത് അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഈ ഒരു ബഹുമാനമില്ലാത്ത സാഹചര്യമാണ്. അങ്ങനെ ഈ ബിസിനസ് ശക്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് സ്വന്തമായി ഒരു വീട് വെച്ചു. MI ലൈഫ്സ്റ്റൈലിലെ ഇതാണ് ഒരു ആദ്യത്തെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് വീട് ഈ ബിസിനസ്സിലൂടെ വെച്ചു. രണ്ടാമത്തെ വെച്ച് എൻ്റെ ആദ്യത്തെ കാർ ഇതാണ് ടാറ്റ ടിയാഗോ. ഫസ്റ്റ് ഈ ബിസിനസ്സിൽ നേടിയ കാറാണ്. ഈ ബിസിനസ്സിലൂടെ ഇപ്പൊ ഞാൻ CTC ലീഡറാണ്, കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്ററാണ്. ആവറേജ് എൻ്റെ മാസ വരുമാനം 3 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇന്ന് ഞാൻ രണ്ടാമത്തെ കാർ ഉപയോഗിക്കുന്നത് ടാറ്റ ഹാരിയർ. ഇത് 23 ലക്ഷം രൂപയാണ് കാറിന്റെ വില. 23 ലക്ഷം രൂപ. 3 വിദേശ യാത്രകൾ ഞാൻ പോയിട്ടുണ്ട്. ഇന്ന് ഈ ബിസിനസ്സിലൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും, നിങ്ങൾ ഇങ്ങനത്തെ അച്ചീവേഴ്സിന്റെ ഫോട്ടോ നമ്മൾ കാണണം. 75 വയസ്സുള്ള അംബിക മാഡം കമ്മിൽ RTC ആണ്. 75 വയസ്സുള്ള ആ അംബിക മാഡത്തിന് ഈ കമ്മിൽ RTC ആവാൻ പറ്റുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും പറ്റില്ലേ? 65 വയസ്സുള്ള ചാബി മാഡത്തിന് MTC ആവാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ബിസിനസ് വിജയിക്കാൻ കഴിയില്ലേ? എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള മുരളീധരൻ സാർ എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ വ്യക്തി, ആൾക്ക് 66 വയസ്സ്, 66. 66 വയസ്സുള്ള വേറെ അച്ചീവ്മെന്റ് ഒന്നും കൊണ്ട് എന്റെ ഗ്രൂപ്പിലുള്ള NTC ലീഡർ ആയിട്ടുള്ള മുരളി സാറിന് 66ാമത്തെ വയസ്സായിട്ട് NTC ആവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആവാൻ പറ്റില്ലേ? 79 വയസ്സുള്ള ചൗധരി സാർ ഈ കമ്പനിയുടെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. 79 വയസ്സുള്ള ചൗധരി സാർ. നിങ്ങൾ റൈറ്റ് സൈഡിൽ ബാബു തോമസ്, 3ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസം. കഴിഞ്ഞ ദിവസം ബാബു തോമസ് സാറിന്റെ ട്രെയിനിങ്ങിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തോട് തൃശ്ശൂർ വന്നിട്ടായിരുന്നു. സാറോട് പറഞ്ഞു, സാർ അന്ന് 2025 ജനുവരിയിലാണ്. എൻ്റെ പുതിയ ഡയറിയിൽ ഞാൻ സാറോട് പറഞ്ഞു, സാർ എനിക്കൊന്ന് സൈൻ ചെയ്തു തരണം പറഞ്ഞു. സാറിന്റെ ഒരു സൈൻ, എൻ്റെ ഡ്രീമുകൾ 2025 ഞാൻ നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് പേജ് സൈൻ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, രാജു എനിക്ക് സൈൻ ചെയ്യാൻ വ്യക്തമായിട്ട് അറിയില്ല, ഇംഗ്ലീഷിൽ സൈൻ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ആള് പേര് എഴുതി എന്ത് ചെയ്തു, സൈൻ ചെയ്തു. ഞാൻ തമ്പാണ് കൊടുക്കാറെന്ന് പറഞ്ഞു. തമ്പ്, ഇത് റിയാലിറ്റി ആയിട്ടുള്ള കാര്യം. തമ്പാണ് കൊടുക്കാന്ന് പറഞ്ഞു. ഒരു വ്യക്തമായിട്ട് സൈൻ ചെയ്യാൻ പോലും അങ്ങനെ ആൾ കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു പേര് എഴുതി തന്നു, ബാബു തോമസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ് ഈ ബിസിനസ് ചെയ്യാതിരിക്കുന്ന ആളുകൾ പാപമാണ് ചെയ്യുന്നത്. എത്രയോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഈ ബിസിനസ്സിൽ വലിയ വിജയങ്ങളിലേക്ക് വന്നത്. നമ്മളെ കഴിവുകൾ ഇല്ലായ്മയല്ല, നമുക്കുള്ള കഴിവുകളെ ശക്തമായി ഉപയോഗിക്കുക എന്നുള്ള ഒരു കഴിവിന്റെ ആവശ്യമില്ലാത്ത ബിസിനസ്സാണ് MI ലൈഫ്സ്റ്റൈൽ. ശക്തമായി തീരുമാനം എടുക്കാൻ തയ്യാറാവുന്ന ആൾക്ക് 100% വിജയിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഈ മേഡം 150 കോടി മാച്ച് ചെയ്ത മേഡമാണ്. 150 കോടി മാച്ച് ചെയ്ത മേഡമാണ്. സ്ത്രീ 1 കോടി ബി മാച്ച് ചെയ്ത കാര്യമല്ല പറയുന്നത്, 150 കോടി ബി മാച്ച് ചെയ്ത മേഡമാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ നിരവധി ആളുകൾ ഈ ബിസിനസ് വെച്ച് വിജയിച്ചിട്ടുണ്ട്. ഐ ആം പോസിബിൾ, ഐ ആം ഇമ്പോസിബിൾ എന്നല്ല, ഐ ആം പോസിബിൾ, എനിക്കു സാധ്യമാണെന്നുള്ള തീരുമാനമാണ് നിങ്ങൾ വരേണ്ടത്. ശക്തമായ പ്രവർത്തനം. തിങ്ക് ബിഗ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ശക്തമായ തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ചെറിയൊരു കഥയോടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ ശില്പങ്ങൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു ശില്പി ഉണ്ടായിരുന്നു. അങ്ങനെ ആ രാജാവിന് വേണ്ടി ഒരുപാട് കൊട്ടാരങ്ങൾ പണിതൊരു വ്യക്തിയാണ് ആ ശില്പി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആൾ റിട്ടയർമെന്റ് ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി കഴിയുകയാണല്ലോ. കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ജോലി കഴിയുകയാണ്. അങ്ങനെ ആ ശില്പി രാജാവിന്റെ അടുത്ത് പറയുന്നത്, എന്റെ സർവീസ് കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ ശില്പി രാജാവിന്റെ അടുത്ത് പോകുന്നത്, സർവീസ് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് രാജാവ് നാണയങ്ങളും രത്നങ്ങളും സ്വർണങ്ങളൊക്കെ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാജാവിന്റെ അടുത്ത് പോകുന്നത്. ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ശില്പി പോകുന്നത്. പക്ഷെ രാജാവ് ഒന്നും കൊടുത്തില്ല. രാജാവ് പറഞ്ഞു, നിന്റെ സേവനം ഈ രാജ്യത്ത് അവസാനിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടിയും എനിക്ക് വേണ്ടി താങ്കൾ ചെയ്യണം. ഒരു കൊട്ടാരം കൂടെ പണിയണം. അതോടുകൂടി ഈ രാജ്യത്ത് നിങ്ങൾക്ക് വിടവാങ്ങാമെന്ന് പറഞ്ഞു, ഈ സർവീസിന് വിടവാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ശില്പി വിഷമത്തോടു കൂടി, കാരണം ഇത്രയും വർഷം ഞാൻ രാജാവിനെ സേവിച്ച ഒരാളാണ് ഞാൻ, എനിക്ക് രാജാവ് പാരിതോഷികമായി ഒന്നും തന്നില്ലല്ലോ എന്നൊരു ചിന്തയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ശില്പി ഈ ഒരു കൊട്ടാരം പണിയുന്നത്. ആ ശില്പി ഒട്ടനവധി മനോഹരമായ കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ട്. പക്ഷെ ഈ ലാസ്റ്റ് പണിത കൊട്ടാരം ഏറ്റവും മോശമായിട്ടാണ്. ഇതുവരെ പണിതിൽ വെച്ചാൽ ഏറ്റവും മോശമായ കൊട്ടാരമാണ് അദ്ദേഹം പണിത്. കാരണം അതിനുള്ളിൽ ഈ വിഷമം കിടക്കുകയാണ്, എനിക്ക് രാജാവ് ഒന്നും തന്നില്ലല്ലോ, പാരിതോഷികം തന്നില്ലല്ലോ. അങ്ങനെ ഈ കൊട്ടാരം പണിതതിന് ശേഷം ഈ ശില്പി ഈ രാജാവിനെ ഏൽപ്പിക്കുകയാണ്. രാജാവ് തന്ന ദൗത്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു.
അവസാനത്തെ കൊട്ടാരത്തിന്റെ ചാവി ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, അല്ലയോ ശില്പി, ഇത് എനിക്കുള്ള കൊട്ടാരമല്ല, ഇത് താങ്കൾക്കുള്ള കൊട്ടാരമാണ്. എന്നിട്ട് ആ ശില്പിയുടെ കയ്യിലേക്ക് ആ കീ കൊടുക്കുകയാണ്, ആ താക്കോൽ കൊടുക്കുകയാണ്. ശില്പിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം എനിക്കുള്ളതായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു കൊട്ടാരം ഞാൻ പണിയുമായിരുന്നല്ലോ. ആ ഒരു മനോവിഷമത്തിലാണ് കീ ആ ശില്പി വാങ്ങുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമുക്കുള്ള കൊട്ടാരമാണ് പണിയുന്നത്, നമുക്കുള്ള കൊട്ടാരമാണ് നമ്മൾ പണിയുന്നത്, നമ്മളെ കൊട്ടാരമാണ് പണിയുന്നത്. അങ്ങനെ കണ്ട് നമ്മളതായ ഒരു കൊട്ടാരം പണിത് ഒരു സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് MI ലൈഫ് സ്റ്റൈലിലൂടെ മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട മുഴുവൻ ആളുകൾക്കും എല്ലാവിധ വിജയാംശങ്ങളും നേർന്നുകൊണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത ടീം ബിജു സാറിന്റെ എല്ലാ ലീഡേഴ്സും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു മീറ്റിംഗിൽ കാണാം. വിഷു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.